7 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം. 13 സീറ്റുകളിൽ 10 ഇന്ത്യ മുന്നണിക്ക് വിജയം. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു. ഹിമാചൽ പ്രദേശിലെ ഒരു സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് വിജയം. വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നുണ്ട്. അനുപ്രിയ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരിത, ഇപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുകയാണ്. 11 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുകയാണ്. വെറും 2 മാത്രമാണ് NDA സഖ്യത്തിന് വിജയിക്കാനായത്. ബീഹാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. NDAയുടെ പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. ശങ്കർ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ ആശിഷ് ശർമ്മ BJP സ്ഥാനാർത്ഥിയാണ്. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് NDA വിജയിച്ചിരിക്കുന്നത്. ബാക്കി 11 മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതായത് ഹരിയാനയും മഹാരാഷ്ട്രയും, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം വലിയൊരു ആത്മവിശ്വാസമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് നൽകുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ ഒരു പട്ടിക പറയുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ 4 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ 2 സീറ്റിലും കോൺഗ്രസ് വിജയിച്ചു. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK ആണ് വിജയിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കാണ് വിജയം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വിജയമാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി പിന്തള്ളപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം, ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വിജയം, വലിയ ആശ്വാസമാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ ഒരു സീറ്റിലായിരുന്നു മധ്യപ്രദേശിൽ വോട്ടെടുപ്പ് നടന്നത്. ആ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ BJPക്കായിരുന്നു മുന്നേറ്റം. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു കുത്തക സംസ്ഥാനമാണ്. അവിടെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. ബീഹാറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, NDAയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബൈപോളർ ഇലക്ഷൻ വിലയിരുത്തുകയാണെങ്കിൽ BJPക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് മെജോറിറ്റി ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നാൽ വലിയൊരു ശക്തമായൊരു പോരാട്ടമായിരുന്നു ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി ഊർജ്ജമാണ് ഈ ബൈപോളർ ഇലക്ഷനിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഹരിത. ശരി, അനുപ്രിയാണ് വിവരങ്ങൾ നൽകിയത്.